അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 8 തിങ്കളാഴ്ച. ചോദ്യപേപ്പർ ചോർച്ച, ക്രമക്കേട് തുടങ്ങി നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട 38 ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തണോ എന്നതിലടക്കം പരമോന്നത കോടതി ഇന്ന് വ്യക്തത നൽകിയേക്കും. കേസിൽ തീർപ്പ് വരുന്നതുവരെ കൌൺസിലിംഗ് മാറ്റിവെക്കാനാണ് സാധ്യത. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർത്തിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് അത്താഴ വിരുന്ന് നൽകും. നാളെ ഇരു നേതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടി നടക്കും. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ഇന്ത്യ റഷ്യ വ്യാപാര സഹകരണം ശക്തമാക്കുന്നതിനുള്ള തീരുമാനവും ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മണിപ്പൂരിലെത്തും. അസമിലെ പ്രളയബാധിത പ്രദേശങ്ങളും രാഹുൽ സന്ദർശിക്കും. അസമിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയവരെ സന്ദർശിച്ച ശേഷമാകും രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തുക. അടുത്തിടെ സംഘർഷം നടന്ന മണിപ്പൂരിലെ ജിരിബാമിലെത്തി പലായനം ചെയ്യേണ്ടി വന്നവരോട് രാഹുൽ സംസാരിക്കും. പിന്നീട് ഇംഫാലിൽ എത്തുന്ന രാഹുൽ ഗാന്ധി ചുരാചന്ദ്പൂരിലും മൊയിറാങ്ങിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കും. രണ്ട് വിഭാഗങ്ങളിലെയും നേതാക്കളുമായി രാഹുൽ ചർച്ച നടത്തും. സംസ്ഥാന ഗവർണർ അനസൂയ ഉയിക്കയെ കണ്ട ശേഷം രാഹുൽ വാർത്താ സമ്മേളനം നടത്തുമെന്നും കോൺഗ്രസ് അറിയിച്ചു. സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്ന് MV ഗോവിന്ദൻ വിമർശിച്ചു. ഇരിക്കുന്ന പദവിക്ക് യോജിക്കുന്ന വിധത്തിലുള്ള പരാമർശമാണോ നടത്തിയതെന്ന് ബിനോയ് വിശ്വം ആത്മപരിശോധന നടത്തണമെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ ബോധത്തോടെ കാണുന്നുവെന്നും എന്നാൽ പറയുന്നത് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും റഹീം കൂട്ടിച്ചേർത്തു. ബിനോയ് വിശ്വം എന്ത് പ്രസ്താവന നടത്തണമെന്നതിന് AA റഹീമിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്ന് AIYF സംസ്ഥാന എക്സിക്യൂട്ടീവ്. ബിനോയ് വിശ്വം SFIയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിന്റെ വികാരമാണെന്നും അത് റഹീം മനസ്സിലാക്കി SFIയെ തിരുത്തുകയാണ് വേണ്ടിയിരുന്നതെന്നും AIYF അഭിപ്രായപ്പെട്ടു. KSEB ഓഫീസിൽ അതിക്രമം കാണിച്ചതിനെ കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ തിരുവമ്പാടിയിലെ ഉള്ളാട്ടിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ വൈദ്യുത ബന്ധം KSEB പുനഃസ്ഥാപിച്ചു. റസാഖിന്റെ മകൻ അജ്മൽ KSEB ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് KSEB ഉള്ളാട്ടിൽ അബ്ദുൾ റസാഖിന്റെ വീട്ടിലെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ റസാഖും ഭാര്യയും KSEB ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു. സംഗതി വിവാദമായതോടെ കോഴിക്കോട് കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തഹസിൽദാർ എത്തി റസാഖുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ രാത്രി 8:30 KSEB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. തിരുവമ്പാടിയിൽ KSEB ഓഫീസിലെ അക്രമവുമായി ബന്ധപ്പെട്ട് വീട്ടുടമയുടെ ഫ്യൂസ് ഊരിയ സംഭവത്തിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെ വിമർശനവുമായി പാലക്കാട് DCC. KSEB നടപടിയെ ന്യായീകരിച്ച മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ നിലപാട് ഊരുവിലക്കിന്റെ ഭൂതകാല തികട്ടലാണെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് ആരോപിച്ചു. മുതിർന്ന പൗരന്മാരോട് LDF സർക്കാർ പുലർത്തുന്ന സമീപനത്തിന് ഉദാഹരണമാണ് തിരുവമ്പാടിയിലെ നടപടികളെന്നും DCC ആരോപിച്ചു. KSEB ഓഫീസിൽ അക്രമം നടത്തിയെന്ന പേരിൽ യുവാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച KSEBക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതി പരിശോധിച്ച് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
കേരളത്തിന് ടൂറിസം വികസനത്തിൽ വളരെ വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും അത് ശരിയായി ഉപയോഗിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കേന്ദ്ര ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി. ടൂറിസം മേഖലയെ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയതായി വിവരം. CITU ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. PSC അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പാർട്ടിയിലെ യുവനേതാവ് 22 ലക്ഷം രൂപ കൈപ്പറ്റിയ സംഭവത്തിൽ പാർട്ടിക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയും പരാതി നൽകിയതെന്നാണ് സൂചന. CPM-നകത്തെ കോഴ ആരോപണത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസ്. എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. 60 ലക്ഷം രൂപ കൊടുത്ത് PSC മെമ്പറാവുന്ന ആൾ എങ്ങനെയാണ് അത് മുതലാക്കുകയെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. കോൺഗ്രസ് കൂടോത്ര പാർട്ടിയായെന്നും പ്രിയങ്ക ഗാന്ധിക്ക് കൂടോത്രം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകുന്നുവെന്നും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം പരിഹസിച്ചു. KPCC പ്രസിഡന്റിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മണ്ഡലം പ്രസിഡന്റിന്റെയും മറ്റുള്ളവരുടെയും അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. കൂടോത്രം അടക്കം അന്ധവിശ്വാസങ്ങൾക്കെതിരെ DYFI പ്രചാരണം നടത്തുമെന്നും റഹീം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ അതിജീവിതർക്ക് നീതി ലഭിക്കുമെന്ന് വിമൻ ഇൻ സിനിമ കളക്ടീവ്. ഭാവിയിലെങ്കിലും നിർഭയരായി വിവേചനവും വേർതിരിവും ചൂഷണവുമില്ലാത്ത തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് പ്രത്യാശ നൽകുന്ന ഉത്തരവാണിത്. നിലവിൽ സിനിമ വ്യവസായത്തെ അപകടത്തിലാക്കുന്ന അനീതികളും അസന്തുലിതാവസ്ഥയും നിർബന്ധമായും പുറത്തു വരേണ്ടവയാണെന്നും വിമൻ ഇൻ സിനിമ കളക്ടീവ് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പരിശീലനത്തിനെത്തിയ പെൺകുട്ടികളെ പരിശീലകൻ മനു പീഡിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 6 പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ KCA വിശദീകരണം നൽകണമെന്ന് കാട്ടിയും മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു. കുർബാന വിഷയത്തിൽ തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ സംഘർഷം. ഏകീകൃത കുർബാന അനുകൂലികളും ജനാഭിമുഖ കുർബാന അനുകൂലികളും തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഞായറാഴ്ച പള്ളിയിലെ സിയോൻ ഓഡിറ്റോറിയത്തിൽ ജനാഭിമുഖ കുർബാന അനുകൂലികൾ സംഘടിപ്പിച്ച ഫെറോന വിശ്വാസ സംഗമത്തോടനുബന്ധിച്ചാണ് പള്ളിവളപ്പിൽ സംഘർഷമുണ്ടായത്. ഇതെന്താ വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത? ബെൻസ് വരും. അതെ, മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ്. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ തൃണമൂൽ MP മഹുവ മൊയ്ത്രയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. വനിതാ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്ന് ഡൽഹി പോലീസാണ് മഹുവയ്ക്കെതിരെ കേസെടുത്തത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് മഹുവ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ പരാമർശം നടത്തിയത്. ഹാത്രസ് ദുരന്തത്തിൽ ആൾദൈവം ബോലെ ബാബയ്ക്കെതിരെ നടപടികൾക്ക് ഒരുങ്ങി പോലീസ്. ബോലെ ബാബയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തി. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. കേസിൽ അറസ്റ്റിലായ സത്സംഗ് സംഘാടകൻ ദേവ് പ്രകാശ് മധുക്കറിന്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, കോൾ റെക്കോർഡുകൾ എന്നിവ സംബന്ധിച്ച് പരിശോധന തുടരുകയാണ്. ഹാത്രസിൽ സത്സംഗത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 100-ലേറെ പേർ മരിച്ച സംഭവം ആസൂത്രിതമെന്ന ആരോപണവുമായി ബോലെ ബാബയുടെ അഭിഭാഷകൻ. 15ഓളം പേർ പരിപാടിക്കിടെ വിഷം സ്പ്രേ ചെയ്തെന്നും ഇത് ദുരന്തത്തിലേക്ക് നയിച്ചെന്നുമാണ് അഭിഭാഷകന്റെ ആരോപണം. തിക്കും തിരക്കും ഉണ്ടായതിനു പിന്നാലെ ഇവർ സ്ഥലം വിട്ടുവെന്നും അഭിഭാഷകൻ AP സിംഗ് ആരോപിച്ചു. ആഗ്രയിൽ 4 കുട്ടികൾ മുങ്ങി മരിച്ചു. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. കുളത്തിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ച 4 കുട്ടികളടക്കം 5 പേരും മുങ്ങിപ്പോയി. എന്നാൽ ഇവരെ നാട്ടുകാരും പോലീസും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും 4 പേർ മരിച്ചു. ചൈനയുടെ കൈയേറ്റം കേന്ദ്ര സർക്കാർ മറച്ചുവെക്കുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പാങ്കോം തടാക തീരത്ത് ചൈന സൈനിക ക്യാമ്പ് നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഖാർഗെയുടെ വിമർശനം. ഇന്ത്യയുടെ സ്ഥലം ആരും കയ്യേറിയിട്ടില്ലെന്ന് വാദിക്കുന്ന നരേന്ദ്രമോദി ചൈനയെ സഹായിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇസ്രയേലിൽ പ്രക്ഷോഭം. ടെലവീവ് അടക്കം ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി.
പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു. ഇസ്രയേലുകാരായ 120 ബന്ദികളാണ് ഗാസയിലുള്ളത്. അടുത്ത വർഷം നടക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ രോഹിത് ശർമ്മ തന്നെ നയിക്കും. BCCI സെക്രട്ടറി ജയ്ഷായാണ് ഇക്കാര്യം അറിയിച്ചത്. 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ നാണം കെടുത്തിയ സിംബാബ്വെയെ രണ്ടാം ഏകദിനത്തിൽ പഞ്ഞിക്കിട്ട് ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 47 പന്തിൽ 100 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും 47 പന്തിൽ 77 റൺസ് എടുത്ത ഋതുരാജ് ഗെയ്ക്വാദിന്റെയും 22 പന്തിൽ 48 റൺസ് എടുത്ത റിങ്കു സിംഗിന്റെയും മികവിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് എടുത്തു. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ സിംബാബ്വെ 134 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് സെമി കാണാതെ മടക്കം. ഉറുഗ്വായ്ക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ ഷൂട്ടൌട്ടിലാണ് ബ്രസീൽ തകർന്നത്. ക്വാർട്ടറിൽ 4-2 പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ബ്രസീലിനെ ഉറുഗ്വ മലർത്തിയടിച്ചത്. വമ്പൻ സേവുകളുമായി ഗോളി സെർജിയോ റോഷെ ഉറുഗ്വായുടെ രക്ഷകനായി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾ നേടാതിരുന്നതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. സെമിയിൽ കൊളംബിയയാണ് ഉറുഗ്വായ്ക്ക് എതിരാളികൾ. ഇന്നലെ നടന്ന ആദ്യ ക്വാർട്ടറിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പനാമയെ തകർത്ത കൊളംബിയ നേരത്തെ സെമി ഉറപ്പിച്ചിരുന്നു. യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും ഇന്നും നാളെയും മത്സരങ്ങളില്ല. ബുധനും വ്യാഴവുമാണ് സെമി ഫൈനലുകൾ. യൂറോ കപ്പിൽ ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിൻ ഫ്രാൻസുമായി ഏറ്റുമുട്ടുമ്പോൾ വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാമത്തെ സെമിയിൽ നെതർലൻഡ്സ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ജൂലൈ 15 പുലർച്ചെ 12:30 ഫൈനൽ. കോപ്പ അമേരിക്കയിൽ ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ അർജന്റീന കാനഡയുമായി ഏറ്റുമുട്ടുമ്പോൾ വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാമത്തെ സെമിയിൽ ഉറുഗ്വായും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ജൂലൈ 15 പുലർച്ചെ 5:30 ഫൈനൽ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.